സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മനുഷ്യനെന്നും അപ്രാപ്യനും അദൃശ്യനുമായിരുന്ന നാമരൂപങ്ങളില്ലാതിരുന്ന ദൈവം മനുഷ്യനോടൊപ്പം മനുഷ്യനായി തീർന്ന ചരിത്ര സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ ക്രിസ്മസ്. മനുഷ്യരൂപമാർന്ന ദൈവം സ്വയം സ്വീകരിച്ച നാമമാണ് യേശു അഥവാ ഈശോ. അതുകൊണ്ട് തന്നെ ഈശോ എന്ന നാമത്തെ കുറിച്ചുള്ള ധ്യാനമാണ് ക്രിസ്മസിന്റെ കേന്ദ്രബിന്ദു. യേശു എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവപുത്രൻ ഈ നാമം സ്വീകരിക്കാനുള്ള കാരണം ദൈവദൂതൻ ജോസഫിനോട് പറയുന്നുണ്ട്. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു നമ്മുടെ രക്ഷകനാണെന്ന് സംശയലേശമന്യേ നാം പറയാറുണ്ട്. എങ്കിലും നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്, രക്ഷയാണ് ആത്യന്തികമായി ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന സത്യം നാം പലപ്പോഴും ഓർക്കാറില്ല. കടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെയുള്ള മോചനത്തിനാണ് നമ്മൾ പലപ്പോഴും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. യഹൂദ ജനവും നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്നു മിശിഹ എന്ന രക്ഷകനെ. ലൗകിക സുഖ സൗഖ്യദായകനായി മാത്രം ഈശോയെ കാണാൻ ശ്രമിച്ചാൽ നമുക്കും ഈശോ പ്രദാനം ചെയ്യുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല. മനുഷ്യ, നീ ലോകമകിലം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം എന്ന തിരുവചനം ഈ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ നിത്യരക്ഷയുടെ പ്രവേശന കവാടം തുറക്കാനുള്ള ശക്തമായ മന്ത്രധ്വനിയാണ് ഈശോ എന്ന നാമം എന്ന് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ക്രിസ്മസ് മംഗളങ്ങളും നേരുന്നു. താങ്ക് യു.